അപ്പോൾ ഇതിപ്പോൾ ഏതാണ് സീഷി അല്ലേ? ശീഷി ഇതൊരു ഇൻഡോ ചൈനീസ് മാങ്ങയായിട്ടാണ് കാണുന്നതെങ്കിലും ഇത് ഒരു കവറിട്ട മാങ്ങ ആയതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നത്. ഇതൊരു റെഡ് ഷെയ്ഡോ യെല്ലോ ഷെയ്ഡും കൂടെ വൈറ്റിൽ വരുന്നതാണ്. റെഡ് കൂടുതൽ ഇതായിട്ട് നല്ലൊരു മാങ്ങയാണ്. അണ്ടി വളരെ ഗുണമാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. നമ്മൾ കഴിക്കാം. തൊലി എത്തണ്ടേ? ആ, അപ്പം നമ്മൾ ഇത് കഴിക്കാനായിട്ട് വിളിക്കാം. ഒരു 400 ഗ്രാം 350-400 ഗ്രാം ഒക്കെ വരുന്ന അല്ലേ? അത്രേ ഉള്ളൂ. കാണാൻ നല്ല അണ്ടി വളരെ നൈസാണ്. നമുക്ക് കാണാം. ആരും കുറവില്ല. കളറ് ഒക്കെയാണ്. നല്ല മാങ്ങയാണ്. നമുക്ക് കഴിക്കാം. എന്തോ ഒരു സ്മെല്ലും ഇങ്ങോട്ട് അടിക്കുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഒരു ഓക്കെ. ആദ്യം നമുക്ക് കഴിച്ചു നോക്കാം. ഡോക്ടർ കഴിക്കും. എടുത്തോ കഴിക്കാം. എന്താണ് 11 മാംഗോ എന്നൊക്കെ പറഞ്ഞു? ബംഗാളികൾ പറയുന്നത്. ഡോക്ടർ ഒന്ന് സ്മെല് ചെയ്ത് നോക്കിയേ. ഒരേ കളറാണ്. നമ്മൾ ചെറിയൊരു ചൗസ കുളമ്പ് നമ്മളൊരു മാങ്ങയോടുള്ള ഏതൊക്കെയോ മാങ്ങയോടുള്ള ഒരു ഫ്ലേവർ വരുന്നത്, അല്ല ഒരു പിന്നെ ആരോമ അല്ലേ? നമ്മളെ ചൗസ കുളമ്പ് ചന്ദ്രക്കാരൻ്റെ ഒരു സൈഡിലേക്ക് വരുന്നുണ്ടോ? നോക്കണം. അതിൻ്റെ ഇത് ബ്രിക്സ് എത്ര ഉണ്ടെന്ന് നോക്ക്. ഇത് അവിടെ ചട്ടിയിലുണ്ടായ മാങ്ങയാണോ? അല്ലല്ല, അത് ശരിക്കും വലിയൊരു പ്ലാന്റിലുണ്ടായതാണ്. വലിയ പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 ഇയർ ഓൾഡ് പ്ലാന്റിലുണ്ടായതാണ്. നോക്കാം. സീഷി ഇത് UAE ആണോ? ഇത് UAE ആണ്. എന്നാണ് നമ്മളിത് 15.1 കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? 15.1 സീഷി കുറവാണ്. കഴിച്ചു നോക്കുമ്പോൾ അറിയാലോ എങ്ങനെയുണ്ട്. നമ്മുടെ ഇതിൻ്റെ ഒക്കെ ഫ്ലേവറാണ് ഇതിൻ്റെ. പക്ഷെ മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. ചന്ദ്രക്കാരൻ്റെ അതെ അല്ലേ? മധുരം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? മധുരം നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 16-17 ആ ഒരു റേഞ്ച്. പക്ഷേ 20 റേഞ്ചിൽ വരുന്ന മാങ്ങയാണ്. 20 റേഞ്ചിൽ വരുന്ന മാങ്ങയാണ്. ഒരു പക്ഷേ മൂത്തിട്ടുണ്ടാവില്ല. അവിടെ ചൂടായപ്പോൾ വീണതാ. നമുക്ക് കിട്ടിയ സമയത്ത് കൊണ്ടുവന്നായിരിക്കും. പക്ഷെ നല്ല ഇതുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. 15.1 ഈ നമ്മുടെ സുപരിചിതമായിട്ടുള്ള നമ്മുടെ ഇതിന്റെ കൊളമ്പ് കാറ്റിമോണ് ചന്ദ്രക്കാരൻ ചൗസ ഇതിനൊക്കെ സിമിലർ ഫ്ലേവറാണ്. കാട്ടിമോണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരേ ഫ്ലേവറാണല്ലോ. പക്ഷെ നമുക്ക് ഇത് ഒരു പ്രൊമോട്ട് ചെയ്യല്ലേ? ഇതിന്റെ തൊലിയുടെ അടുത്ത് അണ്ടി സീഡ് വളരെ കനകുറവാണ്. കയ്പുണ്ട്. തൊലി കറുപ്പുണ്ട്. തൊലി നല്ല തൊലി ചെത്തി കഴിക്കണം. എന്നാ പിന്നെ ചെറിയൊരു ഫൈബർ ഉണ്ട് അല്ലേ? ഫൈബർ ഇല്ല, നരമ്പ്. തൊലിയോടെ അടുത്ത് നാംഡോക്മായിക്കും ഇതേ കയ്പ. നല്ല കയ്പ് അല്ലേ? അതിലും കൂടുതലുണ്ടോ സംശയമുണ്ട്. ഇതൊരു എന്തായാലും ഒരു 20 ബ്രിക്സ് ഒക്കെ വരണം എങ്കിൽ 20 ബ്രിക്സ് വന്നാൽ നല്ല മാങ്ങായിരിക്കും. 20 ബ്രിക്സ് വന്നാൽ നമുക്കിത് പ്രൊമോട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആൻഡ് ടേസ്റ്റ് ഇതാണ്. മാംഗോ കളക്ഷൻ ചെയ്യുന്നവർക്ക് വെക്കാം. ടേസ്റ്റ് വെരി സിമിലർ ടു ഈ പറഞ്ഞ നമ്മളെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ ആണല്ലോ ഈ കുളമ്പും ചന്ദ്രക്കാരനും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു മാങ്ങയാണല്ലോ അല്ലേ? എന്തായാലും 20 ബ്രിക്സ് ഇല്ലാത്തൊന്നും ഇന്നിപ്പോൾ ആൾക്കാർ അക്സെപ്റ്റും ചെയ്യില്ല. മലയാളികൾക്ക് മധുരം എന്ന് പറഞ്ഞത് അത്രയും ഒരു ഇതാണ്. നമുക്ക് പിന്നെ ചൊനക്കുത്ത് വല്ലാണ്ടില്ല. പക്ഷെ തൊലിയോട് അടുത്ത് ഈ തൊലി ഒന്ന് ഒഴിവാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ അങ്ങനെ നോക്കല്ലേ? എനിക്കൊരു ചെറിയ ചുണക്കുത്ത് വരുന്നുണ്ട് കേട്ടോ. മറ്റേത് ചുണക്കുത്ത് എനിക്ക് ഫീൽ ചെയ്തു. കയ്പാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ശരിക്കും 100% മൂത്തിട്ടില്ല കേട്ടോ. അങ്ങനെ മൂക്കാതെ പഴുത്താണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് അങ്ങനെ ശിശുവിന്റെ റിവ്യൂ പിന്നീട് ചെയ്യാം. അല്ലാതെ ജസ്റ്റ് ഇതിന്റെ ഫ്ലേവർ നമ്മൾ ഇപ്പോഴത്തെ ഇത് വെച്ച് പറയുന്നുള്ളൂ. അത് വെച്ചാൽ അത് ഇനിയിപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. ഇനിയിപ്പോൾ ആരെങ്കിലും ഇത് റിവ്യൂ ചെയ്യുമ്പോൾ 20 മുകളിലൊക്കെ വരും. ചെറിയൊരു കറയുണ്ട്. ഇനി അത് നമ്മുടെ ഇത് മൂക്കാത്തോണ്ടായിരിക്കും. ഇത് ചൂട് കൊണ്ട് താഴെ വീണതാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇത് നിലത്ത് മൂത്തിട്ടില്ല. അതെ, ഇത് ഞങ്ങള്
നിലത്ത് വെച്ചതാണ് ഇവിടുന്ന് കഴിച്ചത്, ഈ അബ്ദുക്കന്റെ അടുത്ത് നിന്ന് കഴിച്ചത്, ഹാരിസിന്റെ അടുത്ത് നിന്ന് കഴിച്ചത്, വേറെ 1-2 സ്ഥലത്ത് എല്ലാത്തിനും ആ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ആ ഫാർമർ പറഞ്ഞത് എന്നോടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാബ്ഡോഗുമായി പഴുത്ത കിട്ടിയാൽ നിങ്ങൾ വീണ്ടും 3 days വെച്ചതിന് ശേഷം കഴിക്കാൻ പാടുള്ളൂ. ഞങ്ങളിത് ലാസ്റ്റ് കഴിച്ചത് 3-4 ദിവസം വെച്ചതാ കഴിച്ചത്. വെച്ചില്ല, മൂപ്പായിരുന്നു നല്ല ഫ്രിഡ്ജില് എക്സ്ട്രീംലി സ്വീറ്റ് എന്ന് പറഞ്ഞത് അല്ല. പിന്നെ എന്താണ് അതിന് പ്രശ്നം? എന്താ ഫ്ലേവർ ഇല്ല. ഫ്ലേവർ നിങ്ങൾ 16 ദിവസം വെച്ചാലും അതിന്റെ ഫ്ലേവർ അത്രേ ഉള്ളൂ. അതിന് കിട്ടില്ല, ഫ്ലേവർ കിട്ടില്ല. ഫ്ലേവർ ഇല്ലാത്തൊരു മാങ്ങകൾക്ക് എങ്ങനെ ഫ്ലേവർ? വളരെ ലൈറ്റ് ഫ്ലേവർ ഉണ്ട്, ഫ്ലേവർ ഉണ്ട്. നല്ല മാങ്ങയാണ്, ഭയങ്കര എക്സ്ട്രീം ഫ്ലേവർ അല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവർ ഉണ്ട്. മൈൽഡ് ഫ്ലേവർ ഒരു പക്ഷെ ഇങ്ങനത്തെ മാങ്ങകളൊക്കെ ആയിരിക്കും ഒന്നുകൂടെ നമുക്ക് ഇഷ്ടമാകും. ഒരു അത് ഇനിയിപ്പോ നമ്മളിപ്പോ ഒരു കേരള ജനതയുടെ ഒരു ജനറൽ ഇഷ്ടങ്ങൾ മനസ്സിലായല്ലോ ഈ നാംഡോക്മൈന്റെ ചർച്ചയിലൂടെ. അപ്പൊ അതാണ് സീഷിയുടെ കാര്യം. അപ്പൊ സീഷി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത